ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും താജ് വീട്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കൊറിയൻ എഗ്ഗ് ടോസ്റ്റാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ ഈ മുട്ട ഓംലെറ്റ് ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്തേ ബ്രെഡിലൊക്കെ അങ്ങനെ മൊരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണം ഉണ്ടല്ലോ, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബ്രെഡ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 കോഴിമുട്ട ഉണ്ടോ ഞാൻ എടുത്തേക്കണത്. ഒരു ബൗളിലോട്ട് 3 കോഴിമുട്ട ചേർത്ത് കൊടുക്കാം. ഇത് 1 കപ്പ് ക്യാബേജാണ് കേട്ടോ. വളരെ നേരിയതാക്കി അരിഞ്ഞെടുക്കണേ, എന്നെങ്കിൽ നമുക്ക് ഇത് ഓംലെറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്ത 1 കപ്പ് ക്യാബേജ് മുട്ടയിലേക്ക് നമുക്ക് ചേർക്കാം. അതേപോലെ തന്നെ വളരെ നേരിയതാക്കി അരിഞ്ഞെടുത്ത ക്യാരറ്റാണ് കേട്ടോ. ഇത് 1/2 കപ്പുണ്ട്, അതും കൂടി അതിലേക്ക് ചേർക്കാം. സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞെടുത്തത് അതിൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും കൂടെ അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതൊരു 1/4 കപ്പാണ്. 1/4 ടീസ്പൂൺ ഉപ്പുപൊടിയും 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളകില്ല ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതാണ്. അതും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ചാൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വെജിറ്റബിൾസൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ആദ്യം മിക്സ് ആവാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാവും. സ്പൂൺ വെച്ച് തന്നെ മിക്സ് ആക്കി എടുത്താൽ മതി. അതല്ലെങ്കിൽ എന്താണെന്നറിയുമ്പോൾ ഈ ക്യാബേജും ക്യാരറ്റൊക്കെ പൊട്ടിപ്പോവുള്ളൂ കേട്ടോ. പതുക്കെ നന്നായിട്ട് മിക്സായിട്ട് വന്നോളേ. ഇപ്പം കണ്ട നല്ലതുപോലെ മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. തവയിലെ ലോ ഫ്ലെയിമിൽ ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് ബട്ടർ ജസ്റ്റ് ഇങ്ങനെ തടവി കൊടുക്കുക കേട്ടോ. എന്താ പറയുക, ഹൈ ഫ്ലെയിം ആവുന്ന സമയത്ത് ബട്ടർ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവേ. ഇനി നമുക്ക് ബ്രെഡ് അതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് പതുക്കെ ഇരുന്ന് മൊരിഞ്ഞ് വരട്ടെ കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ബ്രൗൺ കളറായിട്ട് വരണേ. ഈ ബട്ടറിൽ ഇങ്ങനെ ബ്രെഡ് ചൂടായിട്ട് വരുമ്പില്ലേ നല്ലൊരു മണമാണ്. തീ ഒരിക്കലും കൂട്ടി വെക്കരുത്. പതുക്കെ ഇരുന്നിട്ട് ഇതേപോലെ നല്ല ഗോൾഡൻ കളറിൽ ഇങ്ങനെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അടുത്ത വശവും അതേപോലെ തന്നെ നമുക്ക് മൊരിച്ചെടുക്കാം. സൈഡിൽ ബട്ടറൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് തുടങ്ങി കൊടുത്തിട്ട് ഈ ബ്രെഡൊന്ന് എല്ലാ വശത്തൊക്കെ ഒന്ന് നീക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് 2 വശം മൊരിച്ചെടുക്കണേ. നിങ്ങൾക്ക് എത്രയാണ് ബ്രെഡ് ആവശ്യം എന്നുള്ള വെച്ചാൽ അത്രയും മൊരിച്ചെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരെണ്ണം മൊരിക്കണതേ കാണിക്കണുള്ളൂ. ബ്രെഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തവയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇതേ തവയിൽ തന്നെ നമുക്ക് കുറച്ചുകൂടി ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിക്സിയിൽ അത് ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മളിങ്ങനെ വട്ടത്തിൽ പരത്തിയെടുക്കണ്ട കേട്ടോ. നമുക്കിത് ബ്രെഡിൻ്റെ അതേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെ ആ മുട്ടയുടെ കൂട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുത്താൽ മതി കേട്ടോ. നീളത്തിൽ, അതായത് ബ്രെഡിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വട്ടത്തിൽ പരത്തേണ്ട കാര്യമില്ല കേട്ടോ. ഈ മുട്ടയെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, കാരണം ഇതിൽ വെജിറ്റബിൾസൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ അതൊന്ന് വെന്ത് കിട്ടണമല്ലോ. അതിൻ്റെ പേരിൽ തീ ഒരിക്കലും കൂട്ടി വെക്കാണ്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ വെച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് 2ആക്കി കട്ട് ചെയ്യാം. അപ്പോൾ ഇതൊരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങളെല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിത് ബട്ടറിൽ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നെയ്യിലുണ്ടാക്കണമെങ്കിലും കൂടി ഇത്രക്കൊരു മണം ഉണ്ടാവില്ല കേട്ടോ. ബട്ടറിൽ ഉണ്ടാക്കണമെങ്കിൽ അടിപൊളി മണ്ണാണ്. വീട് ഫുള്ളും ഈ ഒരു വെജിറ്റബിൾസിൻ്റെയും ബട്ടറിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ മണം കേൾക്കുന്ന സമയത്ത്. അപ്പോൾ ഒരു സൈഡ് വെന്തിട്ട് വരുമ്പോൾ നമുക്ക് പതുക്കെ അതിൻ്റെ നടുഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ എന്നറിയുമ്പോൾ ഒന്നിച്ച് മറിച്ചിടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ചട്ടകം വെച്ച് പതുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. വെജിറ്റബിൾസൊക്കെ നല്ല നേരിയതായിട്ട് അരിഞ്ഞതിൻ്റെ പേരിൽ അത് വെന്തിട്ടും ഉണ്ടാവും ചെയ്യും. പിന്നെ കട്ട് ചെയ്യുന്ന സമയത്ത് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല കേട്ടോ. വേഗം തന്നെ കട്ടായി പോകുന്നുണ്ടാവും. എന്നിട്ട് ഇതൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ മറ്റേ പീസും കൂടെ നമുക്ക് അതേപോലെ തിരിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും നമ്മുടെ എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോഴേ അറിയുള്ളൂ കേട്ടോ റെസിപ്പിയുടെ ടേസ്റ്റൊക്കെ. മറിച്ചിട്ട വശം വേവാൻ അധികം സമയമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇനി നമുക്ക് ഇതിൻ്റെ ബ്രെഡൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് പാനിൽ നിന്ന് മാറ്റി. ഇനി നമ്മൾ ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡില്ലേ അതൊരു സ്ലൈസ് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്ക് കുറച്ച് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ബ്രെഡിൻ്റെ എല്ലാ വശത്തും നമുക്ക് കെച്ചപ്പ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന 2 ബ്രെഡ് സ്ലൈസിലും നമുക്ക് കെച്ചപ്പ് സ്പ്രെഡ് ചെയ്യാം. അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓംലെറ്റ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലേക്കായിട്ട് ഒരു ചീസിൻ്റെ സ്ലൈസ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് മയോണൈസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രെഡിൻ്റെ സ്ലൈസുമ്പോൾ മയോണൈസ് സ്പ്രെഡ് ചെയ്യുക, ഒരെണ്ണത്തിൽ കെച്ചപ്പും ചെയ്യുക കേട്ടോ. എന്നിട്ട് രണ്ടാമത്തെ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് രണ്ടാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ആ ചൂടാക്കി വെച്ചിരിക്കുന്ന തവയില്ലേ അതിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതിയിട്ട് നമ്മുടെ ആ ചീസില്ലേ അതൊന്ന് മെൽറ്റായിട്ട് വരാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള കൊറിയൻ സ്ട്രീറ്റ് ഫുഡ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കാബേജ് എഗ്ഗ് സാൻഡ്വിച്ചാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും, ബൈ ബൈ.